ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ക്യാച്ചർ കുട്ടൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതിനു മുൻപ് സ്റ്റാറ്റസായിട്ടും അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റുഡൻറ്റ് എൻ്റർപ്രണർ അവാർഡിൻ്റെ വിന്നറായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോഴും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു അവാർഡ് എനിക്കാണ് കിട്ടാൻ പോകുന്നതെന്ന്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻവിറ്റേഷൻ വന്നപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇതിന് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം അവർ മീറ്റിങ്സ് വയ്ക്കുകയും അതുപോലെ നമ്മുടെ ബിസിനസ്സും അതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും ഒക്കെ അവർ അനലൈസ് ചെയ്ത് അതിന് ശേഷമാണ് ഒരു വിന്നറിനെ തിരഞ്ഞെടുത്തത്. സംരംഭമിത്രയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റുഡൻറ്റ് എൻ്റർപ്രണർ അവാർഡ് 2023യുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് നോമിനേഷൻസ് വന്നിട്ടുണ്ട്. അതിലവർ ബെസ്റ്റായിട്ടുള്ള 9 വിദ്യാർത്ഥികളെയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 1ഉം 2ഉം സ്ഥാനം ഈക്വലായിട്ടാണ്. അതായത് ഫീമെയിൽ ഭാഗത്തുനിന്നും മെയിൽ ഭാഗത്തുനിന്നും ഓരോരുത്തരെ മെയിൻ വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യും. ബാക്കിയുള്ളവർക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്സ് നൽകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടന്നത് എറണാകുളത്ത് തന്നെയുള്ള ആൽബർഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എയിംസിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ ഹാളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ പുറത്ത് സ്ക്രീനിലും അതുപോലെ അകത്ത് വലിയൊരു സ്ക്രീനിലും നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അതായത് ഓരോ നോമിനേഷൻസിൻ്റെയും പേരും അതുപോലെ അതായത് ബ്രാൻഡ് നെയിമും അതുപോലെ ഡീറ്റെയിൽസൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അതിൽ 13ാമത്തെ നോമിനേഷനായിട്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അതൊക്കെ ഇതോടെ വിഷ്വൽസ് എടുക്കുന്നത് എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു അതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നത്. ഞാനതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10:30 നമ്മുടെ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എത്തുമ്പോഴേക്കും 10:45 ആയിട്ടുണ്ട്. പ്രോഗ്രാം ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുറകിലായിരുന്നു എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പ്രതീക്ഷിച്ചില്ല എനിക്കായിരിക്കും ഫസ്റ്റ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒത്തിരി ഹാപ്പിയായി. ഞാൻ തന്നെ ഞെട്ടിപ്പോയൊരു നിമിഷമായിരുന്നു. അപ്പോൾ ആ വിഷ്വൽസിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമ്മാനം തന്ന എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും എല്ലാവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു. മേരിമല ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനന്തവാടി, സെന്റ് ജോസഫ്സ് കോളേജ് ഇരിങ്ങാലക്കുട, കോളേജ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റ് കേരള യൂണിവേഴ്സിറ്റി തൃശൂർ, സെന്റ് തെരേസാസ് കോളേജ് എറണാകുളം, CKD മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് പേരാമ്പ്ര, IISER പൂനെ, സെന്റ് ആൽബർട്ട്സ് കോളേജ് ഓട്ടോണമസ് എറണാകുളം, അമിറ്റി അക്കാദമി, NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്, SCMS സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റി UK എന്നിവിടങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നോമിനേഷനുകൾ നൽകി. കേരളത്തിലെ കലാലയങ്ങളിൽ നിന്നും കോഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമുള്ള അവാർഡായല്ല UK എന്നിവിടങ്ങളിലെ നോമിനേഷനുകളും ഉത്പാദനം ആർജിക്കാതെ ഐഡിയ ഘട്ടമായ നോമിനേഷനുകൾ ഒന്നാം ഘട്ടത്തിൽ ഒഴിവാക്കി. തുടർന്ന് അവർ പറഞ്ഞതിൽ വ്യത്യസ്തമായി അവർ ഉത്പാദനം ആർജിച്ചിട്ടില്ല എന്ന് വ്യക്തമായി. താഴെ പറയുന്ന 9 നോമിനേഷനുകൾ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുത്തു. 1. ശ്രീ മഹേഷ് PG, വിമൻജോതി എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയുണ്ട്. ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് വിഭാഗമായിരുന്നു. പുട്ട്, ഇഡ്ഡലി മുതലായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു മെഷീനാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. BSc ഫിസിക്സ് 2024 കസ്റ്റമൈസ്ഡ് കാൻഡീസ്. ജോർജസ് ദിയ, രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അഡീഷണൽ എഞ്ചിനീയറിംഗ് 2020 IoT ഇനേബിൾഡ് ഹൈബ്രിഡ് സോളാർ ഹൈബ്രിഡാണ്. ഷിനി അലക്സി, സെന്റ് ജോസഫ്സ് കോളേജ് ഓട്ടോണമസ് ഇരിങ്ങാലക്കുട, എക്കണോമിക്സ് സ്റ്റുഡൻ്റായിരുന്നു. റസിൻ ആർട്ട് ഹാൻഡ് മെയ്ഡ് ഡിസൈൻ. അഖിൽ ഡാൻഡ് SC അനുവദിച്ചുകൊണ്ട് അഖിൽ ഷോപ്പ്, അതായത് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു സംരംഭകനാണ് അദ്ദേഹം. അതേക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട്. +2 മുതൽ സോപ്പ് ഉണ്ടാക്കി മാർക്കറ്റിൽ വിറ്റ് കോളേജ് കൊടുക്കാനുള്ള ഫീസ് വരെ കണ്ടെത്തിയ ഒരു നല്ല വ്യക്തിയാണ്. അദ്ദേഹത്തിനും നടത്തുന്നുണ്ട് സ്വന്തമായ യൂട്യൂബ് ചാനൽ. അമൽ പ്രേം, കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റ് കേരള യൂണിവേഴ്സിറ്റി, കസ്റ്റമൈസ്ഡ് ലീഫ് ആർട്ട് വിത്ത് സർവീസ്. അതായത് ഇലയിൽ നമ്മളുടെ രൂപം പൊട്ടിയെടുത്തിട്ട് അത് ആർട്ട് പീസായിട്ട് കൊടുക്കുന്നത് അതിവിടെ വന്നിട്ടുണ്ട്. നമ്മളുടെ ഇതിൻ്റെ ഗിഫ്റ്റ്, അതായത് ഗസ്റ്റിനുള്ള ഗിഫ്റ്റായിട്ട് ഗിഫ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ശ്രീ അമൽ പ്രേം. അമൽ പ്രേമും അദ്ദേഹത്തിൻ്റെ കൂടെ 3 സുഹൃത്തുക്കളുമുണ്ട്. അമൽ പ്രേം ഇപ്പോൾ ഡിഫൻസ് വർക്ക് ചെയ്യുന്നത് കൊച്ചി തന്നെയാണ്.
പിന്നെ നമ്മൾ ജൂലിയ വർഗീസ് ഏഴാമത് സെന്റ് തെരേസാസ് കോളേജ് എറണാകുളം AC ഹോം സയൻസ് ആണ്. കേക്ക് ബ്രൗണീസ്, കസ്റ്റമൈസ്ഡ് കേക്ക്സ്, കപ്പ് കേക്ക്സ്, ബേക്ക്ഡ് പ്രോഡക്ട്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇദ്ദേഹമാണ്. അടുത്തത് അഭിനവ് TS അഭിമാനുണ്ട് 2ാം വർഷത്തിൻ്റെ സെക്കൻഡ് ഇയർ എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടിയാണ്. ഓർഗാനിക് ഓയിസ്റ്റർ മഷ്റൂമാണ് അദ്ദേഹത്തിൻ്റെ. 9ാമത് ശ്രീവിദ്യ എബു ആൻഡ് കെ അക്കാദമിയുടെ MBA പ്രസിദ്ധീകരിക്കുന്നു. ഹെയർബൽ ഹെയർ കെയർ പ്രോഡക്ട്സ് ആണ്. അദ്ദേഹം പാലക്കാടുകാരിയാണ്, പക്ഷേ ഇപ്പോൾ എറണാകുളത്താണ് താമസം. ഇത് റാൻഡമായി സംഘടനയുടെ ഓരോ നേരിട്ട് പ്രശ്നമാണ്. അവസാനം Thank you, sir, for your insightful presentation. Now, I would like to invite an esteemed individual whose presence adds great significance to this event. I welcome Sri Ritesh R, Senior Vice President of Federal Bank Limited, to inaugurate this function and to launch the Idea Challenge 3.0. Dear respected Sri Shaji Kumar, Chairman Sundarabhagan, and President of this function. It's time to announce the winner of the Student Entrepreneur Award 2023. This award recognizes the exceptional innovation and entrepreneurial spirit of a student who has shown remarkable dedication and creativity in their ventures. I invite Dr. Bharat K, Chairman, Judging Panel and Vice President of Indian Chapter of International Geosynthetic Society and former Professor of Government Engineering College to announce the award. ഒരു വലിയ ചാലഞ്ച് ആയിരുന്നു. എൻ്റെ കമ്മിറ്റി പാനൽ മെമ്പേഴ്സ് എല്ലാം ഉണ്ട്. അനുവാദത്തോടുകൂടി ഞാനത് ഡിക്ലെയർ ചെയ്യാൻ പോകുകയാണ്. ഞങ്ങൾ പല സിറ്റിംഗ്സിൽ ഇരുന്നു ഇതിനു വേണ്ടിയിട്ട്. ഓൺലൈനായിട്ടാണ്. അതിനുശേഷം ഇതിന്റെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സംരംഭക് മിത്രയിൽ നിന്ന് സാമൽ സാറും മറ്റുള്ളവരും ഒക്കെ പാർട്ടികളുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും അതിന്റെ വിവരങ്ങൾ ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് തരികയും പിന്നീട് എങ്ങനെയാണ് ഏത് സ്റ്റേറ്റിൽ ഇവർ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് ലെവലിൽ നിൽക്കുന്നതൊക്കെ നോക്കിയിട്ടാണ് ഈ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഫൈനൽ ഫസ്റ്റ് പ്രൈസിലേക്ക് കടക്കുകയാണ്, അതായത് പ്രൈസിലേക്ക് കടക്കുകയാണ്. അത് രണ്ടെണ്ണമുണ്ട്. ഒന്ന് ഒരു വനിതാ അവാർഡ്, ഒന്ന് ഒരു പുരുഷ അവാർഡുമാണ്. വനിതാ അവാർഡ് ഗോസ് ടു ശ്രീമതി ശ്രീവിദ്യ. സ്വന്തമായ ബ്രാൻഡില് ആയുർവേദ ഹെയർ ഓയിൽ, പേഴ്സണൽ കെയർ ഉത്പന്നങ്ങൾ, ഭക്ഷ്യപദാർത്ഥങ്ങൾ എന്നിവ നിർമ്മിക്കും. ഇപ്പോൾ കുടുംബസമേത എറണാകുളത്ത് താമസിക്കും. ശ്രീമതി ശ്രീവിദ്യ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനൊരു പേര് ഒരുക്കി തന്നതിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് ശ്രീവിദ്യ, എൻ്റെ ബ്രാൻഡ് വിദ്യ. മെയിനായിട്ട് ഞങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉള്ളത് ഓൺലൈൻ വഴി തന്നെയാണ്. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. അതുപോലെ MBA സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. കൂടാതെ കളമശ്ശേരിയിലെ കീഴിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ സ്റ്റഡീസും ഇതിനൊപ്പം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹെയർ ഓയിൽ തന്നെയാണ്. ഹെയർ കെയർ പ്രൊഡക്ട്സിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഫുഡ് പ്രൊഡക്ട്സും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓയിൽ ഫ്രീ ആൻഡ് ഇനാക്റ്റീവ് അതുപോലെ പ്യൂർ പൗഡേഴ്സ്, കെമിക്കൽസ് ചേർക്കാത്ത സ്പെഷ്യൽസ്, അങ്ങനത്തെയൊക്കെയാണ് എൻ്റെ പ്രൊഡക്ട്സ് വരുന്നത്. എൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0% കെമിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതുവരെ സക്സസ് ആയിട്ടാണ് പോയിട്ടുള്ളത്. നമുക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു.